ഹായ് മക്കൾസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. വെൽക്കം ബാക്ക് ടു +2 ഹിന്ദി ക്ലാസ്. മക്കളെ, ബാബു സാറാണ്. നമുക്ക് പഠിക്കാനുള്ള ഹാഫ് ഇയർലി എക്സാമിനേഷന് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിതയാണ് കുമുദ് ഫൂൽ ബേച്ചിനെ വാലി ലടുക്കി. കുമുദ് എന്ന് പറഞ്ഞാൽ ആമ്പൽ പൂവാണ്. കുമുദ് ഫൂൽ ബേച്ചിനെ വാലി ലടുക്കി എന്ന് പറഞ്ഞാൽ ആമ്പൽ പൂ വിൽക്കുന്ന പെൺകുട്ടി. ഈ കവിത എഴുതിയിരിക്കുന്നത് മലയാളത്തിലാണ്. പക്ഷെ അത് ONV കുറുപ്പാണ് ആ മലയാളത്തിലെ കവിത എഴുതിയിരിക്കുന്നത്. അത് ഹിന്ദിയിലേക്കാണ് മാറ്റിയതിനു ശേഷമാണ് നമ്മൾ പഠിക്കുന്നത്. അത് അനുവാദം ചെയ്തിരിക്കുന്നത് ഡോക്ടർ എസ് തങ്കമണി അമ്മ എന്ന് പറയുന്ന എഴുത്തുകാരിയാണ് മലയാളത്തിൽ നിന്ന് ഹിന്ദിയിലേക്ക് പരിവർത്തനം ചെയ്തിരിക്കുന്നത്. ഓക്കെ, തങ്കമണി അമ്മ കാണുന്നില്ലേ, തങ്കമണി അമ്മ. ഓക്കെ, അപ്പൊ കുമുദ് ഫൂൽ എന്ന് പറഞ്ഞാൽ ആമ്പൽ പൂ ബേച്ചിനെ വാലി ലടുക്കി വിൽക്കുന്ന പെൺകുട്ടി കവിതയാണ്. ONV കുറുപ്പാണ് ഇത് എഴുതിയത്, മലയാളത്തിലാണ് എഴുതിയത്. ഇതിൽ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ആമ്പൽ പൂ വിൽക്കുന്ന പെൺകുട്ടി എന്നാണ് മലയാളത്തിൽ ഈ കവിതയുടെ പേര്. ഓക്കെ, കുമുദ് ഫൂൽ ബേച്ചിനെ വാലി ലടുക്കുന്നത് ആമ്പൽ പൂ വിൽക്കുന്ന പെൺകുട്ടി എന്നാണ് കവിതയുടെ മലയാള പേര്. അനുവാദ് ഡോക്ടർ എസ് തങ്കമണി അമ്മ. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ ഏറ്റവും വിപ്ലവകരമായ ഒരു കവിതയാണ് ഈ കവിത. ഓക്കെ, ഇത് ONV കുറുപ്പ് ഗോവയിൽ പോയ സമയത്ത് അവിടുത്തെ ഒരു മങ്കേഷ് മന്ദിർ ഉണ്ട്. ഏറ്റവും പ്രസിദ്ധമായ ടെമ്പിളാണ് മങ്കേഷ് മന്ദിർ. ആ ടെമ്പിളിൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവം വെച്ചിട്ടാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. അവിടുത്തെ ടെമ്പിളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ ടെമ്പിളിൽ ഓരോ ടെമ്പിളിലും ദേവന് ഇഷ്ട നൈവേദ്യങ്ങൾ ഉണ്ടാവും. ദേവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണോ അത് അവിടെ സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ആ ദേവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആമ്പൽ പൂക്കളാണ്. ആമ്പൽ പൂക്കൾ കൊണ്ടാണ് അവിടുത്തെ ഏറ്റവും വലിയ നൈവേദ്യം ആയിട്ട് ആളുകൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിന് മുൻപിൽ ഒരുപാട് പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നു, ആമ്പൽ പൂക്കൾ ഭക്തർക്ക് വിൽക്കാൻ വേണ്ടി നിൽക്കുന്നു. ONV കുറുപ്പ് അവിടെ പോകുന്ന സമയത്ത് ഓരോ ആൾക്കാരും ഇങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും എന്ന് പറയുന്നു. പക്ഷെ ഒരുപാട് പെൺകുട്ടികൾ പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഈ പിടിച്ചിരിക്കുന്ന ആമ്പൽപ്പൂ രാവിലെ പറിച്ചു കഴിഞ്ഞാൽ ഒരു ഉച്ച ശേഷമൊക്കെ ആകുമ്പോൾ അങ്ങ് വാടിപ്പോവും. ഓക്കെ, അപ്പോൾ ഈ ഒരു മുഖവും വാടി, ആമ്പൽപ്പൂവും വാടി, മുഖവും അതുപോലെ വാടിപ്പോയൊരു പെൺകുട്ടി അതിൻ്റെ ദീനസ്വരത്തിൽ പറയുന്നു, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. ONV കുറുപ്പ് എന്ത് ചെയ്യുന്നു, അതേ ആലോചിച്ചു. ഈ ആമ്പൽപ്പൂവ് ഈ കുഞ്ഞിനെ സംബന്ധിച്ചോളം അവളുടെ ആഹാരമാണ്. ഓക്കെ, ഇത് വിറ്റിട്ടാണ് ആഹാരം കിട്ടേണ്ടത്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് അവിടെ കൊണ്ടുപോയി വിൽക്കുന്നതും, ഈ കുഞ്ഞിനോട് പൂവ് വാങ്ങാതെ അത് മറ്റൊരാൾക്ക് അത് വിറ്റോട്ടെ, അത് നിങ്ങൾ എടുക്കാതെ ഒരു കാശ് എന്തെങ്കിലും കൊടുത്തിട്ട് ആ കാലിയായ കൈകൊണ്ട് അങ്ങോട്ട് പോകുന്നതും, അതായത് ഒരു കാശ് കൊടുത്തിട്ട് ആമ്പൽപ്പൂ വാങ്ങിയിട്ട് ആ വിഗ്രഹത്തിൽ അർപ്പിക്കുന്നതും, ഇത് ഈ കുട്ടിയുടെ ആഹാരമാണ് ഈ പൂക്കൾ. എന്നാൽ ഈ പൂക്കൾ വിറ്റിട്ട് വേണം ആഹാരം കിട്ടണമെങ്കിൽ. അപ്പോൾ എന്നാൽ ആഹാരത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആ കുട്ടിക്ക് കയ്യിൽ കാശ് വെച്ച് കൊടുത്തിട്ട് ആമ്പൽപ്പൂ വാങ്ങാതെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ആമ്പൽപ്പൂ ഈ കുഞ്ഞിന് വേറെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ദൈവത്തിന് അതായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാവുക എന്ന് വിപ്ലവകരമായ ചിന്തയാണ് ONV ഇതിലൂടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ, വിശന്നിരിക്കുന്നവന് ആഹാരം കൊടുക്കാതെ ക്ഷേത്ര മുന്നിൽ ദൈവത്തിന് നൈവേദ്യം അർപ്പിക്കുന്നത് കൊണ്ട് പുണ്യമുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നുള്ള സന്ദേശമാണ് ONV പറയുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് നിങ്ങളെ ചുറ്റുപാടുമുള്ള പട്ടിണിപ്പാവങ്ങളായ മനുഷ്യരെ നിങ്ങൾ സഹായിക്കൂ. അത് ദൈവം നൈവേദ്യമായി സ്വീകരിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നുള്ള ഉറച്ച പോസിറ്റീവ് ചിന്തയാണ് ഭക്തിയുടെ കാര്യത്തിൽ ഈ ONV വെച്ച് പുലർത്തുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വളരെ മനോഹരമായ കവിതയാണ് ഇത്. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. നല്ല ചിന്ത നൽകുന്ന കവിതയുമാണ്. കവിത നമുക്ക് നോക്കാം, ശ്രദ്ധിച്ചു നോക്കൂ. പുരാന ദേവാലയം, ഒരു പഴയ ദേവാലയം. ഉസ്കെ നിക്കട്ട്, അതിൻ്റെ സമീപത്ത് കുമുദ് സരോവർ, ഒരു ആമ്പൽ തടാകമുണ്ട്. രാസ്തമേ പൂജാദ്രവ്യ, വഴിയിൽ പൂജാദ്രവ്യങ്ങൾ. ബേച്ചിനെ വാലോക്ക് കിത്തനെ ഹിതൽ, വിൽക്കപ്പെടുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഇതർ ഇഷ്ടദേവിക്ക, ഇവിടെ ഇഷ്ടദേവന്റെ ഇഷ്ട നൈവേദ്യ കുമുദ് ഫൂൽ, ഇഷ്ട നൈവേദ്യം ക്ഷേത്രത്തിൽ ദേവന് മുൻപിൽ സമർപ്പിക്കപ്പെടുന്നത് ആണ് നൈവേദ്യം. കുമുദ് ഫൂൽ ആമ്പൽ പൂവാണ്. മാർഗദർശി ജ്യോം, അദ്ദേഹത്തിന്റെ വഴികാട്ടി ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഗൈഡ് ഇങ്ങനെ പറഞ്ഞു, യോം കാക്കർ കിസി കോനമേ, അങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ ഏതോ കോണിൽ മൃദ ജൽ സാമ്പ് ജോം, മൃദ ജൽ സാമ്പ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലുള്ള പാമ്പ് അല്ലെ, വെള്ളത്തിലുണ്ടാവുന്ന നീർക്കോലി പോലുള്ള ജീവി ഉണ്ടല്ലോ, അത് വെള്ളത്തിലുള്ള നീർക്കോലിയെ ചത്തുപോയാൽ അതിന് പിടിച്ചാൽ അതിനെ വാടിപ്പോയി ഉണ്ടാവുമല്ലോ, അതുപോലെ നീളമുള്ള ആമ്പൽ തണ്ടോടി പറിച്ചു നിൽക്കുകയാണ്. അപ്പം മൃദ ജൽ സാമ്പ് ജോം ലഡ്കെ ലംബെ ഠണ്ടോക്കെ ചോരോ പെർഖിലെ, അതായത് എന്താ പറയുക, ചത്തുപോയ വെള്ളത്തിലെ പാമ്പിനെ പിടിച്ചു വെക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും, അതിങ്ങനെ തൂങ്ങി കിടക്കില്ലേ, അതുപോലുള്ള ആമ്പൽപ്പൂവിൽ വാടിക്കിടക്കുന്ന തണ്ട് പിടിച്ചു കിടക്കുന്ന ഒരു കൂട്ടത്തെ കണ്ടു. ഖിലയും ഷേദ് കുമുദ് ഫൂൽ ബേച്ചിനെ വലിയാം, വെളുത്ത ആമ്പൽപ്പൂക്കൾ വിൽക്കുന്ന പെൺകുട്ടികൾ. ആമ്പൽപ്പൂവിൽ പല കളറുണ്ടല്ലോ, പിങ്ക് കളറുണ്ട്, ബ്ലൂ കളറുണ്ട്, വൈറ്റ് കളറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഷേദ് കുമുദ് ഫൂൽ ബേച്ചിനെ വലിയിരിക്കാം.
ഓക്കെ, മേരെ ഹാത്ത് സെ അങ്ങനെ പിടിച്ചു നിൽക്കുന്ന കൂട്ടം പെൺകുട്ടികൾ എൻ്റെ കയ്യിൽ നിന്നു എന്നിങ്ങനെ പറയുന്നു. മേരെ സമുഖ് ആക്കർ എൻ്റെ മുൻപിൽ വന്നിട്ട് ബോലി കോയി ലടുക്കി മുർച്ചായ ഫൂലോം കി ഡണ്ടൽ ജോ ഹെ, എൻ്റെ മുൻപിൽ വന്ന ഒരു പെൺകുട്ടി വാടി കിടക്കുന്ന ആമ്പൽ പൂക്കളെയും കൊണ്ടാണ് ഇങ്ങനെ വന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയുടെ മുഖവും അതുപോലെ വാടിക്കിടക്കുന്നു. ദീൻ സ്വർമ്മ പ്രാർത്ഥന കർത്തി, വളരെ ദയനീയമായ സ്വരത്തിൽ പ്രാർത്ഥിക്കുന്നു, എന്നോട് അപേക്ഷിക്കുന്നു. ഉസ്കെ ഹാത്തോമേ രഖ് ദിയ, അതുകൊണ്ട് മേനെ ഏക്ക് ചോട്ടാ സ സിക്ക ഫുൽ കാദാം. ദീൻ സ്വർമ്മ പ്രാർത്ഥന കർത്തി, ദയനീയമായ, കൂട്ടത്തിൽ എല്ലാവരും പറയുമ്പോൾ അതിലൊരു ദയനീയമായ സ്വരം ഞാൻ കേട്ടു. ഉസ്കെ ഹാത്തോമേ രഖ് ദിയ, അവരുടെ കയ്യിൽ ഞാൻ വെച്ചു കൊടുത്തു. മേനെ ഏക്ക് ചോട്ടാ സ സിക്ക, ഒരു ചെറിയ നാണയം ഞാൻ അവിടെ വെച്ചു കൊടുത്തു. ഫുൽ കാദാം, പൂവിന്റെ വിലയെന്ന പോലെ ഒരു കാശ് ഞാൻ അതിൽ വെച്ചു കൊടുത്തു. എന്നിട്ടോ മേരി ഓർ ബഡാത്തി ഫൂൽ ഓർ ഉസ്കെ മുഖടെ ദോനോം കോ ദേഖാ മേനെ. മേരി ഓർ ബഡാത്തെ ഫൂൽ, എന്നെ നേരെ നീട്ടിപ്പിടിച്ച പൂവിനെയും ഉസ്കെ മുഖടെ ദോനവും, അവളുടെ മുഖത്തെയും ദോനോക്കോ ദേഖാ മേനെ, രണ്ടിനെയും ഞാൻ നോക്കി. ഹായ് മുർച്ചാരഹേ, വാടിക്കിടക്കുന്നു. ദോ സുരമ്യ കോമോൾ രൂപ്, ദോ രണ്ട് സുരമ്യ മനോഹരമായ സുകോമൾ രൂപ്, കോമളമായി എന്ന് പറഞ്ഞാൽ പൂവ് വളരെ കോമളമായി വാടിക്കിടക്കുന്ന പൂവിനെയും അതുപോലെ ഈ കുഞ്ഞ് വളരെ ചെറിയ പെൺകുട്ടി അവളുടെ മുഖവും വാടിക്കരിഞ്ഞു കിടക്കുന്നു, രണ്ടും ഒരുപോലെ. ഓക്കെ, ഹേ ഫൂൽ, അല്ലയോ പൂവേ, തൂ അന്ന ഹേ ഇസ് ചോട്ടി ബഹൻ കിലി. കവി പറയാണ്, ആ കുട്ടിയുടെ കയ്യിലുള്ള ആ പൂവ് കുട്ടിയെ സംബന്ധിച്ചോളം അവളുടെ ആഹാരമാണ്. ഇസേ ബഡ്കർ പുണ്യബലാഖ്യവും, ഇതിനേക്കാൾ വലിയ പുണ്യകർമ്മം എന്താണ്? അത് അവളെ കയ്യിൽ തന്നെ വെച്ചു കൊടുക്കുക, അവളെ വെറ്റാരൊക്കെയാണ് വിറ്റോട്ടെ. തൂ ചടാക്കർ ബലാക്കബ് ക്യാ പാവുമേ, ഈ പൂ പറിച്ചിട്ട് നിന്നിൽ അർപ്പിക്കുന്നതിനേക്കാൾ, ഇല്ല ഈ പൂ എടുത്തിട്ട് നിന്നിൽ അർപ്പിക്കുന്നതിനേക്കാൾ ആ കുട്ടി തന്നെ മറ്റൊരാൾക്ക് കൊടുത്തോട്ടെ, ആ പൂവിന്റെ വിലയും അവിടെ വെച്ചു കൊടുത്ത് ഞാൻ പോകുമ്പോൾ അതാണ് ദൈവത്തിന് നിനക്ക് എന്നോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാവുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദൈവമേ എന്ന് ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുന്നതിന് മുമ്പേ ഇവിടുന്ന് കവിയുടെ മനസ്സിൽ ചിന്ത വരുന്നു. കാലി ഹാത്ത്, കാലിയായ കൈകോടുകൂടി ആകെ ബഡ് ജാത്താഹുമേ, ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക്, ടെമ്പിളിനുള്ളിലേക്ക് പോയി. മേരെ ഹാത്ത് സേ, അപ്പോൾ പിറകിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു, എൻ്റെ കൈകളിൽ നിന്ന്. കാരണം പിറകിൽ വീണ്ടും കുറേ ഭക്തർ വരുന്നുണ്ടല്ലോ. ക ദീൻ സ്വർ ധീമാ ഹോത്ത ജാത്ത, ആ ദയനീയമായ സ്വരം ഞാനിങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു. ONV കുറുപ്പ് എഴുതിയ ഒരു അദ്ദേഹത്തിന് ടെമ്പിളിൽ പോയേണ്ട ഒരു അനുഭവത്തെ അദ്ദേഹം മനോഹരമായി കവിതയാക്കി. ആ കവിതയിലൂടെ വലിയൊരു മെസ്സേജും നമുക്ക് നൽകിയുണ്ടായി. മനസ്സിലായി, വലിയൊരു മെസ്സേജ് നൽകുകയുണ്ടായി. പട്ടിണി കിടക്കുന്നവന്റെ പട്ടിണി മാറ്റുന്നതിനാണ് ഏറ്റവും വലിയ നൈവേദ്യമായി ദൈവം കാണുന്നത് എന്നുള്ളതാണ് ഈ കവിത നമുക്ക് നൽകുന്ന മഹത്തായ സന്ദേശം. ഈ കവിതയുമായി ബന്ധപ്പെട്ട് 12ാമത്തെ പാഠമാണ് നിങ്ങൾ പഠിക്കാനുള്ളത്. ഇത് നിങ്ങളോട് ചോദ്യം ചോദിക്കും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം എഴുതേണ്ടതെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. 12ാമത്തെ കവിതയാണ്, കേട്ടോളൂ മക്കളെ. കുമുദ് ഫൂൽ വേച്ചിനെ ബാലിയിൽ എടുക്കി എന്നാണ്. ഓക്കെ, യെസ്, നോക്കൂ, കവിത ONV കുറുപ്പാണ്. അനുവാദ് ഡോക്ടർ S തങ്കമണി അമ്മ. നമ്മളോട് 6 മാർക്കിലെ ആസ്വാദൻ ടിപ്പണി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്: കവിതാക്കി ആസ്വാദൻ ടിപ്പണി ലിഖേ എന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് കവി ഏക് ബാർ ഗോവാക്കെ, കവി ഒരിക്കൽ ഗോവയിലെ പ്രസിദ്ധമായ ശ്രീ മങ്കേഷ് മന്ദിർക്കെ, മങ്കേഷ് ടെമ്പിളിൽ പോയി. അപ്പനെ നിജി അനുഭവ പർ, തനിക്ക് സ്വന്തമായി ഉണ്ടായ അനുഭവത്തിന് മുകളിൽ ഉനോനെ ഈ കവിത രചി, അദ്ദേഹം ഈ കവിത എഴുതി, പറഞ്ഞു കേട്ടതല്ല, സ്വന്തം അനുഭവത്തിന് മുകളിൽ. മന്ദിർക്കെ നിക്കട്ട്, മന്ദിരത്തിന്റെ സമീപത്ത് കുമുദ് ഫൂൽ ബേച്ചിനെ വാലി, ആമ്പൽ പൂക്കൾ വിൽക്കുന്ന ലഡ്കിയാം ഹേ, പെൺകുട്ടികളെ കണ്ടു. അല്ലെ, കമൽ എന്ന് പറഞ്ഞ താമര, ഇവിടെ കുമുദ് എന്ന് പറഞ്ഞ ആമ്പൽ. വേകാരഹീതി, അവർ പറയുന്നുണ്ടായിരുന്നു, ഉസ് മന്ദിർക്ക ഇഷ്ടദേവക്ക, ആ ടെമ്പിളിലെ ഇഷ്ടദേവന്റെ ഇഷ്ട നൈവേദ്യം കുമുദ് ഫൂൽ ഗൈ, ഇഷ്ട നൈവേദ്യം ആമ്പൽ പൂവാണെന്ന്. കുമുദ് ഫൂൽ ലിയേ, ആമ്പൽ പൂക്കളുമായിട്ട് ഉന്മേസെ ഏക്ക് കാരഹീതി, അതിൽ നിന്ന് ഒരു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മേരെ ഹാത്ത് സേലേലെ, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുമോ പ്ലീസ്, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുമെന്ന്. കവിക്ക് ദൃഷ്ടി, കവിയുടെ നോട്ടം ഉസ്മേസെ ഏക്ക് ലഡ്കി പ്രഗൈ, ആ കൂട്ടത്തിലെ ഒരു പെൺകുട്ടിയിലേക്ക് പോയി. വ മുർച്ചായെ ഫൂൽ കെ സമാൻ, അവൾ വാടിയ പൂ പോലെ, ദുബലി പത്ലീരി, ദുർബലവും മെലിഞ്ഞവളുമാണ്. വ ദീൻ സ്വരമേ, അവൾ വളരെ ദയനീയമായ സ്വരത്തിൽ പ്രാർത്ഥനാക്കാർ റഹീദി പറയുന്നുണ്ട്. മറ്റു കുട്ടികളൊക്കെ അത്യാവശ്യം ചുറുചുറുക്കോടി പറയുമ്പോൾ ഇത് വല്ലാതെ വാടിത്തളർന്ന് പറയുന്നു. കി ഉസ്കെ ഹാത്തോ സെ ഫൂലേലെ, പ്ലീസ് അവളുടെ കയ്യിൽ നിന്ന് പൂവാങ്ങാൻ. കവി എന്ത് ചെയ്തു? അപ്പനി ഓർ ബഡാത്തെ, തനിക്ക് നേരെ നീട്ടിയ ഉസ് ലഡ്കി കെ ഹാത്തോമേ, ആ പെൺകുട്ടിയുടെ കയ്യിൽ ഫൂൽ കെ ദാം കെ രൂപമേ, പൂവിന്റെ വിലയെന്ന രൂപത്തിൽ ഏക്ക് സിക്കാരക്ക, ഒരു നാണയം വെച്ചു. തബി ഉൻക ധ്യാൻ, അപ്പോൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധ ലഡ്കി കെ മുഖക്കി ഓർ ഗയ, പെൺകുട്ടിയുടെ മുഖത്തേക്ക് പോയി. ലഡ്കി ഹാത്ത് കാ ഫൂൽ, ലഡ്കിയുടെ കയ്യിലുള്ള പൂവ്, ലഡ്കിയുടെ കയ്യിലുള്ള ഫൂൽ ഓർ ഉസ്കാ മുഖ്, അവളുടെ മുഖവും ധോനോ മുർച്ചായ ഹുയത്, രണ്ടും വാടിക്കരിഞ്ഞിരുന്നു. കവിക്ക് തോന്നി കി എന്നാൽ
ഫൂൽ ഹി ലഡ്കി ക അന്നഹെ, ഈ പൂവ് ആ പെൺകുട്ടിയുടെ ആഹന്നമാണ്. ലഡ്കിക്ക് ഭൂക്ക് മിട്ടാനിസി, പെൺകുട്ടിയുടെ വിശപ്പില്ലാത്തതിനെ മാറ്റുന്നതിനേക്കാൾ ബഡ്കർ പുണ്യം, വലിയൊരു പുണ്യം. ഫൂൽ കോ നൈവേദ്യക്ക് രൂപമേ, പൂവിനെ നൈവേദ്യമായി അർപ്പിക്കുന്നതിന് ചടാനേപ്പർ, നൈവേദ്യമായി സമർപ്പിക്കുമ്പോൾ നെഹിമിൽ സക്തത കിട്ടുകയില്ല എന്ന്. അഥവാ അതുകൊണ്ട് വേ ബിനാ ഫൂലിയെ, അദ്ദേഹം ആ പൂ വാങ്ങാതെ കാലി ഹാത്ത് ആകെപടി, കാലിയായ കൈ ഓടി ടെമ്പിളിലേക്ക് പോയി. പക്ഷേ അദ്ദേഹം ആ പൂവിന്റെ വില കുട്ടിയുടെ കയ്യിൽ കൊടുത്തതിന് ശേഷമാണ് പോവുകയും ചെയ്യുന്നത്. അതാണ് എൻ്റെ കാര്യം. ഒ എൻ വി കുറുപ്പ് പ്രഗതിശീൽ കവി, വിപ്ലവകരമായ ചിന്ത വെച്ച് പുലർത്തുന്ന കവിയാണ്. ഉൻകി ദൃഷ്ടിമേ, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഈശ്വർ കി മൂർത്തി പർ ഫൂൽ ചടാനെ സെ ബഡ്കർ, ദൈവത്തിന്റെ വിഗ്രഹത്തിൽ പൂക്കൾ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ പുണ്യം, ബഡ്കർ പുണ്യക്കാക്കാം, പുണ്യപ്രവൃത്തി, ഭൂക്കി ലഡ്കി കാ ഭൂക്ക് മിട്ടാന, പട്ടിണി കിടക്കുന്ന പെൺകുട്ടിയുടെ വിശപ്പില്ലാതാക്കലാണ് അതിനേക്കാൾ പുണ്യമായ കർമ്മം എന്നും അത് ദൈവം അംഗീകരിക്കുന്ന ഏറ്റവും വലിയ കർമ്മമാണ് എന്നും അവിടെ അദ്ദേഹം കവി പറയുന്നു. ഇതാണ് ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന്. ഓക്കെ, അതുകൊണ്ടാണ് ഈ അന്നദാനങ്ങൾക്ക് വലിയ ആളുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാ മതങ്ങളിലും മറ്റുള്ളവൻ്റെ വിശപ്പ് മാറ്റാൻ കഴിയുക എന്നുള്ളത്, അതാ നിങ്ങൾ കൊടുക്കുന്ന ആ കാശ് അവൻ്റെ ശരീരമായി മാറുകയാണ്. ഓക്കെ, അത് അവർക്ക് ജീവൻ നൽകുകയാണ്. അതാണ് ഏറ്റവും വലിയ പുണ്യകർമ്മം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ പഠിച്ചു വെക്കണം. എല്ലാവരും വൈകുന്നേരത്തെ ലൈവിൽ കൃത്യസമയത്ത് ജോയിൻ ചെയ്യുക. നമുക്ക് ഗംഭീരമായി, അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് പഠിക്കാനുള്ള എല്ലാ പാഠഭാഗങ്ങളുടെ, ആഫിയലി പഠിക്കാനുള്ള പാഠഭാഗങ്ങളുടെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കി പഠിക്കുക. കൂടാതെ നിങ്ങൾക്ക് ക്വാർട്ടർലിയുടെ പാഠഭാഗങ്ങളിൽ നിന്ന് ചോദ്യം വരും. ഇന്ന് വൈകുന്നേരത്തെ മെഗാ മാരത്തോണിൽ 7 മണിക്ക് ഞാൻ സ്നേഹാമിസ് വരുന്നുണ്ട്. എല്ലാവരും കൃത്യസമയത്ത് ജോയിൻ ചെയ്യുക. നമുക്ക് ഫുൾ സെറ്റാക്കി പഠിക്കാം. ഓക്കെ, നാളെ രാവിലെ ഒരു ഷുവർ മോർണിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ, മോർണിംഗിൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാവും. എല്ലാവരും ജോയിൻ ചെയ്യുക. നമുക്ക് സൂപ്പറാക്കാം. ബൈ.